ഞാൻ ചെയ്യുന്നത് 4ാം ക്ലാസ്സിലേക്ക് CBSE സ്റ്റുഡൻറ്റ് ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് നമുക്ക് അവരുടെ കറക്റ്റ് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായത്. അവർ ജോയിൻ ചെയ്ത് ഓഫ്ലൈൻ ബാച്ചിലേക്കാണ്. ടെസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ 3 ദിവസത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അവർക്ക് നമ്മൾ ക്ലാസ്സിൻ്റെ ടൈം പറയാറുള്ളത്. സോ ഒരു 3 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, അവൻ്റെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ പഠിച്ചിട്ട് ഈ 3ാമത്തെ ഡേയ്സിലായിരിക്കും എന്ത് ചെയ്യുക, അവനക്ക് ഇൻഡിവിജ്വൽ ക്ലാസ് കൊടുക്കുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ ആളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് മാത്സ് ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്താൽ അത് കറക്റ്റ് ചെയ്യാൻ അവനക്ക് ബുദ്ധിമുട്ടാണ്. മൺകണക്കായി അവൻ ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ ക്രിയകളൊന്നും ഇല്ലാതെ ഒറ്റയടിക്ക് ആൻസർ എന്ന രീതിയിലായിരിക്കും അവർ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്നൊരു ടീച്ചർ ശ്രദ്ധിക്കുക എന്തായിരിക്കും, ഇത് കോപ്പി അടിയാണോ എന്ന രീതിയിലായിരിക്കും ചിന്തിക്കുക. അവന് നമ്മൾ മാത്സിലൊരു പ്രോബ്ലം കൊടുത്താൽ അവൻ ചെയ്യുന്ന എങ്ങനെയായിരിക്കും, അവന് ഫസ്റ്റ് തന്നെ നോക്കുക മൺകണക്കായിട്ട് ചെയ്യാൻ കഴിയുമെന്നായിരിക്കും. അങ്ങനെ അവൻ ചെയ്യും, പക്ഷേ ക്രിയകളും കാര്യങ്ങളൊന്നും അവൻ ചെയ്യില്ല. അതിൽ ഓൾറെഡി ഒരു കാര്യം മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയുന്ന ഉത്തരം തന്നെ ആയിരിക്കും ശരി എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഒരു കറക്റ്റ് ടാബിൾ കൊടുത്ത് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണെങ്കിൽ പോലും ഒന്ന് നോക്കി ഞാൻ പറയുന്ന സംഖ്യ തന്നെയാണോ നോക്കാൻ പോലും അവൻ കൂട്ടിക്കില്ല. ഞാൻ പറയുന്നത് തന്നെയാണ് കറക്റ്റ് എന്ന രീതിയിൽ എന്തായിരിക്കും, ആ രീതിയിലായിരിക്കും അവൻ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാൻ കൊടുത്താലും കറക്റ്റ് ആൻസർ ആളെഴുതിയിട്ടുണ്ടാവും. പിന്നെ ആൻസർ എന്നുള്ള സ്ഥലത്ത് എടുത്ത് എഴുതുമ്പോൾ കറക്റ്റ് ആൻസർ എന്ത് ചെയ്യും, തെറ്റിച്ചെഴുതും. അപ്പോൾ ഒരു അശ്രദ്ധ മൂലം കുട്ടികൾ പല രീതിയിൽ, അപ്പോൾ ഈ അശ്രദ്ധ മൂലം തെറ്റിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇവൻ്റെ ഉള്ളത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ ഇതിന് സൊല്യൂഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.